അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. ഇന്ന് നിങ്ങളുടെ കൂട്ടുകാരുടെയോ വീട്ടുകാരുടെയോ നിർദ്ദേശത്തെക്കാളും നിങ്ങളുടെ തന്നെ ഉൾക്കാഴ്ചയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക. നിങ്ങളുടെ ഈ പ്രവണത നിങ്ങളെ സേവിക്കും. നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഒന്നോർക്കുക, ഇത് ശരിയാണോ എന്ന്. നിങ്ങൾ ഇത് ലഭിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അതിനാൽ നല്ലത് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. ഏരിസ് റൊമാൻസ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ കാണുവാനായി യാത്ര ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ഇരുവരും കൂടി ഒരു യാത്ര ചെയ്യും. വീട്ടുകാരെയും കൂട്ടുകാരെയും വിട്ട് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് കുറച്ച് സമയം ലഭിക്കും. നിങ്ങളുടെ തിരക്ക് പിടിച്ചുള്ള ദിനചര്യ മനസ്സിലാക്കുവാനും എന്തുകൊണ്ട് നിങ്ങൾ ഇരുവരും പ്രണയത്തിലായി എന്ന് മനസ്സിലാക്കുവാനും ഈ സമയം ഉപകരിക്കും. നിങ്ങൾ ഇരുവരും ഊഷ്മളതയോടെ ഇന്നത്തെ സായാഹ്നം ആസ്വദിക്കും. ഏരിസ് കരിയർ. ഡോക്ടർമാർ, മരുന്ന് വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ എന്നിങ്ങനെയുള്ളവരിന്ന് ഈ രംഗത്ത് നിന്ന് മാറി മറ്റൊരു രംഗത്ത് ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കും. ഈ വിഷമം പിടിച്ച അവസ്ഥ മാറുമെന്നറിയുക. അതുകൊണ്ട് തന്നെ ഏകാഗ്രത കൈവിടാതിരിക്കുക. നിങ്ങൾ നിങ്ങൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ഔദ്യോഗിക പാത തികച്ചും ശരിയാണ്. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്ന കൊടുങ്കാറ്റുകളെ ഒന്ന് അതിജീവിക്കണമെന്ന് മാത്രം. ഏരിസ് ഫൈനാൻസ്. സാമ്പത്തികമായി വിജയിക്കണമെന്ന ആഗ്രഹം നിങ്ങൾക്ക് അനുകൂലമായ ഫലം കൊണ്ടുവരും. സാമ്പത്തിക ലക്ഷ്യത്തിലെത്തുവാനുള്ള നിരന്തര പരിശ്രമം നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കും. എന്നിരുന്നാലും വിജയത്തിൽ നിന്ന് ലാഭം ലഭിക്കുവാനായി നിങ്ങൾ ചില പദ്ധതികൾക്ക് രൂപം നൽകേണ്ടതുണ്ട്. നിങ്ങൾ ഊർജ്ജസ്വലനായിരിക്കുക. നിശ്ചിന്തമായി പെരുമാറുക. ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാനുമുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് സാമ്പത്തിക ലാഭത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കും. കഠിനാധ്വാനം തുടരുക. ക്ഷമ കളയാതിരിക്കുക. നിങ്ങളുടെ പ്രവർത്തികൾക്ക് തീർച്ചയായും പ്രതിഫലം ലഭിക്കും. ഏരിസ് ഹെൽത്ത്. ഇന്ന് സത്യമായും നിങ്ങൾക്ക് നല്ല സ്വാസ്ഥ്യം തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യത്തിൽ ചീത്തയായി ഒന്നും ഇന്ന് പ്രവചിക്കാനില്ല. നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ സ്വാസ്ഥ്യങ്ങൾ അതിന്റെ ഉത്തുംഗത്തിലെത്തുകയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് സുഖകരമായ ഒരു ശക്തി പകരുന്നു. ഇന്നത്തെ ഈ നല്ല സ്വാസ്ഥ്യം ആസ്വദിക്കുക. നടക്കാനിറങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു കായിക വിനോദത്തിൽ ഏർപ്പെടുക. നിങ്ങളുടെ ഊർജ്ജനില ഇന്ന് അതിന്റെ ഏറ്റവും ഉന്നതിയിലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മാനസിക സ്വാസ്ഥ്യവും. ടോറസ് ഓവർവ്യൂ. ഒരു പുതിയ വ്യാപാരം അല്ലെങ്കിൽ പുതിയ പദ്ധതി തുടങ്ങുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി ഇന്ന് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ല കാര്യം അതിനെക്കുറിച്ച് മറ്റുള്ളവരുമായി സംസാരിക്കുക എന്നതാണ്. നിങ്ങളുടെ ഈ കൂട്ടുകെട്ട് നിങ്ങളുടെ പദ്ധതിക്ക് ഒരു തുടക്കം കുറിക്കുവാൻ സാധിക്കും. ടോറസ് റൊമാൻസ്. ഈയിടെ കണ്ടെത്തിയ സാധ്യതയുണ്ടായിരുന്ന ചില പങ്കാളികൾ പ്രതീക്ഷയ്ക്കനുസരിച്ചാകാത്തത് ഇന്ന് നിരാശ നൽകും. നിങ്ങളുടെ പ്രതീക്ഷകൾ ഉയർത്തുന്നതെന്താണെന്ന് വെച്ചാലും ശരിയായ ഒരു പങ്കാളിയെ കണ്ടെത്തുവാൻ ഇനിയും വളരെ സമയം പിടിക്കും. അതിൽ നിരാശപ്പെടരുത്. കാരണം ആ വ്യക്തിയെ നിങ്ങൾ ഇനിയും കണ്ടുമുട്ടിയിട്ടില്ല. ഇനിയും സമയമുണ്ട്. നിങ്ങൾ നിങ്ങളെ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ താല്പര്യമുള്ള ആരെയെങ്കിലും ഉടനെ കണ്ടുമുട്ടും. ടോറസ് കരിയർ. ഈ സമയം നിങ്ങൾ ഉന്നത കാര്യങ്ങളിൽ വളരെ നന്നായി ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്നതിനൊപ്പം നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഈ വഴി പോകാൻ ഒരുങ്ങുക. എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി മാറും. ഒന്നിനെക്കുറിച്ചും ഏറെ വിഷമിക്കാനൊന്നുമില്ല. നിങ്ങൾ ചെയ്തിരുന്നതുപോലെ വേണ്ട വിധത്തിൽ ശരിയായ കാര്യങ്ങൾ ചെയ്യുക. ടോറസ് ഫൈനാൻസ്. വിദേശത്തു നിന്നുള്ള വാർത്തകൾ ലാഭത്തിൻ്റെതാണ്. വിദേശത്തുള്ള ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്ന ഒരു വ്യവസായത്തിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിനം വളരെ നല്ലതായിരിക്കും. ഇന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഓർഡറുകൾ ലഭിക്കും. അതിനനുസരിച്ച് ഉൽപാദനം കൂട്ടുവാനും വേണ്ടത് ചെയ്യുക. പക്ഷേ ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ ഒത്തുതീർപ്പരുത്. കാരണം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഭാഗ്യം അതുപോലെ ഒഴിഞ്ഞു പോകുവാനും കാരണമാകും. ടോറസ് ഹെൽത്ത്. ഇന്ന് മാനസിക പിരിമുറുക്കം ഏറ്റവും കുറഞ്ഞ നിലയിലായിരിക്കും. നിങ്ങൾക്ക് ഉയർന്ന ഊർജവും ഉണ്ടാകും. അത് അത്ഭുതപ്പെടുത്തുന്നതെങ്കിൽ സ്വാഗതാർഹമായിരിക്കും. ആനന്ദിക്കുക. ഇങ്ങനെയുള്ള ദിനങ്ങൾ കുറഞ്ഞ മാനസിക പിരിമുറുക്കവും സന്തോഷകരവുമായ മൂടുമുള്ളവ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇന്ന് നിങ്ങൾക്ക് ഒന്ന് പുറത്തു പോകുവാനും ആസ്വദിക്കുവാനും പുതുതായി ലഭിച്ച ഈ ആനന്ദങ്ങൾ വേണ്ടുവോളം ആസ്വദിക്കാനും അവസരമുണ്ടാകും. ജെമിനി ഓവർവ്യൂ. നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ഒരു അവസരം കണ്ടെത്തും. ഇത് മിക്കവാറും ഒരു കുടുംബയാത്രയായിരിക്കും. മതപരമായതോ ചരിത്രപരമായതോ ആയ സ്ഥലങ്ങൾ കാണാനായിരിക്കും. ഇത് വളരെ ചെറിയ യാത്രയാണെങ്കിൽ പോലും ഇതിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഒരു ഗുണപാഠം ലഭിക്കും. ജെമിനി റൊമാൻസ്. നിങ്ങൾ വിവാഹം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തിയോട്
മനസ്സിലുള്ളത് എങ്ങനെ പറയണമെന്നറിയാതെ നിങ്ങൾക്ക് ആശയക്കുഴപ്പവും അതുമൂലം ആകുലതയും ഉണ്ടാകും. നിങ്ങളുടെ അതേ സ്വഭാവമുള്ള ഒരു സുഹൃത്തിനെ തിരഞ്ഞ് അവരോട് ഉപദേശം തേടുക. നിങ്ങളുടെ വാക്കുകൾ ശരിയായ വിധത്തിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് പ്രതികരിക്കും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും. Gemini. കരിയർ. നിങ്ങളുടെ എല്ലാ കഴിവുകളും നിങ്ങളുടെ ഓഫീസിലെ ജോലികളെ തുടർച്ചയായ ഒരു ഒഴുക്കിലേക്ക് കൊണ്ടുപോകുന്നതിന് സഹായിക്കും. നിങ്ങളുടെ ജോലിക്കാരെയും സഹപ്രവർത്തകരെയും ഉത്സാഹിപ്പിക്കുന്നതിനുള്ള വഴി കണ്ടെത്തുക. നിങ്ങളുടെ തൊഴിൽ സംഘത്തിൽ ചില ആലസ്യഭാവങ്ങൾ ഉള്ളതിനാൽ നിങ്ങൾ ക്രിയാത്മകമാവണം. എല്ലാത്തരം പ്രോത്സാഹന പദ്ധതികളും ആവിഷ്കരിച്ച് പരിശ്രമിക്കുക എന്നതിനൊപ്പം നിങ്ങളുടെ സംഘത്തെ ഏത് ജോലിയാണ് പ്രവർത്തിക്കാൻ സഹായിക്കുന്നതെന്ന് കാണുക. അവസാനം നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഉറപ്പുവരുത്താനായി സാമ്പത്തിക ലാഭങ്ങളിൽ നിങ്ങൾ ആശ്രയിക്കണം. Gemini. ഫൈനാൻസ്. ഊഹക്കച്ചവടങ്ങളിൽ നിന്നും ഇന്ന് ലാഭം പ്രതീക്ഷിക്കാം. നിങ്ങൾ പരിഗണിച്ചുകൊണ്ടിരുന്ന നിക്ഷേപത്തെക്കുറിച്ച് ഒരു സുഹൃത്തിന്റെ ഉപദേശം തേടുക. അവർ നിങ്ങൾക്ക് ശരിയായ ഉപദേശം നൽകും. പൂർണ്ണ ഹൃദയത്തോടെ ഈ നിക്ഷേപവുമായി മുന്നോട്ടു പോകുക. അത് നിങ്ങൾക്ക് ശോഭനമാകും. ഇന്ന് ഒരു ചാൻസ് എടുക്കുക. Gemini. ഹെൽത്ത്. പിരിമുറുക്കങ്ങൾ കുറയ്ക്കുക. എന്തു വന്നാലും ഇന്ന് കോപം വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. സന്തുലിതാവസ്ഥ നിലനിർത്തുവാനും സന്തോഷത്തോടെ ഇരിക്കുവാനും ഇന്നേക്കുള്ള മന്ത്രം ക്ഷമയാണ്. പുഞ്ചിരിക്കുക. Cancer. Overview. ഇന്നത്തെ ദിവസമാണ് ദിവസം. നിങ്ങൾക്ക് ദൂരെയുള്ള കുറെ വാർത്തകൾ അറിയാൻ കഴിഞ്ഞു. ചിലപ്പോൾ ഒരു കൂട്ടുകാരനിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുള്ള ബന്ധുക്കളിലോ നിന്നും ആകാം. നിങ്ങൾ അവരുടെ ഫോൺ വിളി, ഇമെയിൽ എന്നിവയുടെ സൗകര്യം നിലനിർത്തുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാർത്തകൾ എത്തിച്ചാൽ നിങ്ങൾ ഒത്തിരി സന്തോഷിക്കും. ഈ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു യാത്രയ്ക്ക് അവരെ ക്ഷണിക്കുകയാണെങ്കിൽ പോകൂ. Cancer. റൊമാൻസ്. നിങ്ങളുടെ സ്വന്തം ജോലിയിൽ തന്നെയുള്ള ഒരു പങ്കാളിയാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ ഇന്ന് ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കും. ഈയിടെയായി നിങ്ങൾ ശരിയായ ഒരു ജോഡിക്കായി വളരെയധികം തിരഞ്ഞു. ഒരേപോലെയുള്ള താല്പര്യങ്ങളും മറ്റും ഉണ്ടായിരുന്നിട്ടും തെരഞ്ഞെടുപ്പുണ്ടാകുവാൻ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി. എന്നാൽ ഇന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിത്വവും വിജയവുമുള്ള ഒരാൾ നിങ്ങളെ കണ്ടെത്തും. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടാക്കും. ഒരാലോചനയുമായി അവരെത്താം. Cancer. കരിയർ. ഇക്കാലത്ത് തൊഴിൽ സംബന്ധമായ മുന്നേറ്റത്തിലെ പുരോഗതി വളരെ നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾ ജോലി സംബന്ധിച്ച ചില വാർത്തകൾക്ക് കേൾക്കുന്നതിനായി കാത്തിരിക്കുകയാണെങ്കിൽ ആ വാർത്ത നിങ്ങളുടെ വളരെ അടുത്ത ഒരു സുഹൃത്തിൽ നിന്നോ ഒരു സഹപ്രവർത്തകനിൽ നിന്നോ ആയിരിക്കും വരിക. നിങ്ങളുടെ കാതുകൾ തുറന്നിരിക്കുക. എന്തെന്നാൽ അത് നിങ്ങൾ ലഭിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു ഉയർച്ചയോ ഒരു ജോലിക്കയറ്റമോ ലഭിച്ചേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുവച്ച ജോലി നിങ്ങൾക്ക് ലഭിച്ചേക്കാം. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. Cancer. ഫൈനാൻസ്. ഇന്ന് കൂട്ടുകെട്ടുകൾക്കും സമ്പർക്കങ്ങൾക്കുമുള്ള ദിനമാണ്. അതുകൊണ്ട് തന്നെ പുറത്തു കടക്കുക, കൂട്ടുകൂടുക. ഇന്ന് നിങ്ങൾ വിപുലപ്പെടുത്തുന്ന കൂട്ടുകെട്ട് നിങ്ങൾക്ക് പലവിധ ഗുണങ്ങളും നൽകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ് കാർഡ് വിതരണം ചെയ്യുവാൻ മടിക്കണ്ട. എല്ലാ ബന്ധങ്ങളും ഭാഗ്യം കൊണ്ടുവരുമെന്നല്ല, അതിൽ ഒന്നോ രണ്ടോ മാണിക്യം ഒളിഞ്ഞുകിടക്കുന്നുണ്ടെന്ന് മാത്രം. നിങ്ങളുടെ ആശയങ്ങൾ അതിൽ ചിലരെ വളരെ സ്വാധീനിക്കും. നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലവും ലഭിക്കും. നന്നായി വരട്ടെ. Cancer. ഹെൽത്ത്. ആരോഗ്യ സംബന്ധിയായ പ്രശ്നങ്ങൾ ചില വേവലാതികൾ ഉണ്ടാക്കും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ദീനങ്ങളൊന്നുമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങളുടെ പ്രശ്നം ജീവിതത്തിലെ തേയ്മാനങ്ങളാണ്. അത് എല്ലാവർക്കും ഇല്ലെങ്കിൽ നാളെ ഉണ്ടാകുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ജീവിതശൈലിയിൽ ചില ചില്ലറ മാറ്റങ്ങൾ വരുത്തുക. ചെറിയ വേലകളിൽ മുഴുകുക. മടി പിടിച്ചിരിക്കരുത്. ഇത് പ്രശ്നം കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ. Leo. Overview. ഇന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സൗഹൃദങ്ങൾ തിരിച്ചു കിട്ടുന്നതിനായി അനുഭവപ്പെടും. എങ്ങനെയായാലും ഇതിനായി നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു തുടക്കം ആവശ്യമാണ്. ഇങ്ങനെ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിലൂടെ നിങ്ങളുടെ സന്തോഷം വർദ്ധിക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾക്കിടയിലെ ബന്ധവും കരുതലും കൂടും. Leo. റൊമാൻസ്. ഇന്ന് നിങ്ങളുടെ പങ്കാളിക്കായി നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തുറക്കുന്നതായും പരസ്പര വിനിമയത്തിനുള്ള വാക്കുകൾ ഒഴുകിയെത്തുന്നതായും കാണും. തുറന്ന സത്യസന്ധമായ സംഭാഷണമാണ് നിങ്ങളുടെ ബന്ധത്തിന്റെ മൂലക്കല്ല്. എന്നാലും ചിലപ്പോൾ വാക്കുകൾ ഇത്ര നന്നായി വരാറില്ല. ഇന്ന് വഷളാകാമായിരുന്ന ഒരു അവസ്ഥ നിങ്ങൾ കൈകാര്യം ചെയ്ത രീതിയിൽ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധം കൂടുതൽ കരുത്ത് നേടുകയും ചെയ്യും. നിങ്ങളുടെ സംസാരശേഷം അത് അർത്ഥവത്തായ ഒരു മാറ്റത്തിന് കാരണമായേക്കാം. Leo. കരിയർ. നിങ്ങളുടെ സ്ഥാപനത്തിനകത്തു തന്നെ നിങ്ങൾ സ്ഥലം മാറ്റിയിരിക്കുന്നതായി ഇന്ന് നിങ്ങൾ അറിയും.
ഇങ്ങനെയൊന്ന് വരുന്നെന്ന ഒരു സൂചനയും ഇതുവരേക്കും നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. ദീർഘകാല ഗുണങ്ങളെക്കുറിച്ച് വേവലാതി വേണ്ട. നിങ്ങൾ ശരിയായ ദിശയിൽ തന്നെയാണിപ്പോൾ. ഈ മാറ്റം കുറച്ചു കാലത്തേക്ക് നിങ്ങൾക്ക് ചില തടസ്സങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും കാരണമാക്കിയേക്കാമെന്ന് മാത്രം. എത്രയും പെട്ടെന്ന് പൊരുത്തപ്പെടാൻ ശ്രമിക്കുക. ലിയോ, ഫൈനാൻസ്. നിങ്ങൾ ആരോഗ്യ മേഖലയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജോലി വഴി നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നു. നിങ്ങളുടെ നല്ല കാര്യക്ഷമതയിൽ നിങ്ങൾക്ക് സ്വയം അഭിമാനിക്കാമെന്ന് മാത്രമല്ല, മറ്റുള്ളവർ നിങ്ങളുടെ ഈ കാര്യക്ഷമത ശ്രദ്ധിക്കുന്നുമുണ്ട്. അതിന് നിങ്ങൾക്ക് തക്കതായ പ്രതിഫലവും ലഭിക്കും. നന്നായി വരട്ടെ. ലിയോ, ഹെൽത്ത്. സ്ഥിരമായി നല്ല വ്യായാമം എന്ന നിങ്ങളുടെ ജീവിതക്രമം നിങ്ങൾക്കിപ്പോൾ ആരോഗ്യകാര്യത്തിൽ ഗുണം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിനും ശരീരത്തിനും വ്യത്യസ്തത തോന്നും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ യൗവന മനസ്ഥിതിയെ ഊട്ടിവളർത്തുവാനും പ്രായമാകുന്നതിനെ തടയുവാനും സഹായിക്കും. നിത്യേനയുള്ള വ്യായാമം തുടരുക. ഇത് രക്തചംക്രമണം വർദ്ധിപ്പിക്കും, നല്ല ആരോഗ്യം നൽകും, രോഗപ്രതിരോധ ശേഷിയും നൽകും. വെർഗോ, ഓവർവ്യൂ. നിങ്ങൾ തന്നെ ഈ സമയം വ്യത്യസ്ത ദിശയിലേക്ക് വലിക്കപ്പെടുന്നതിനായി അനുഭവപ്പെട്ടേക്കാം. ഈ വികാരം ജോലിയിൽ നിന്നോ വീട്ടിൽ നിന്നോ വന്നേക്കാം. ഇന്ന് നിങ്ങൾ ജോലിയിലും ഉത്തരവാദിത്തത്തിലും ശ്രദ്ധ കൂടുതൽ ചെലുത്തണം. അത് താഴോട്ടു പോകരുത്. എല്ലാം ഉടനെ തന്നെ ശരിയാകും. വെർഗോ, റൊമാൻസ്. അനുരാഗത്തിന്റെ കാര്യത്തിൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ആ പഴയ തരത്തിലുള്ള ചിന്താഗതി ഒരു ബന്ധം വളരുന്നതിന് എങ്ങനെ തടസ്സമാകുന്നുവെന്നത് നിങ്ങൾ ആലോചിക്കണം. പങ്കാളിയുടെ മനസ്സ് തുറക്കുവാനും ജീവിതത്തിൽ വീണ്ടും സന്തോഷത്തിന്റെ ആ പൊൻതിരി തിരിച്ചു കൊണ്ടുവരുവാനുമായി എന്തു വേണമെന്നാലോചിക്കാനും ഭയപ്പെടേണ്ടതില്ല. വേണമെങ്കിൽ കുറച്ച് യാത്രയാകാം. മനസ്സൊന്ന് വലുതാക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുമൊത്തുള്ള ബന്ധത്തിന് ഗുണം ചെയ്യുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അനുരാഗത്തിന്റെ കാര്യത്തിൽ ഇന്ന് ചാൻസുകൾ എടുക്കേണ്ട ദിനമാണ്. വെർഗോ, കരിയർ. ഇന്ന് ഓഫീസിൽ സമ്മിശ്രമായ അനുഭവങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ജോലി ഭാരവും അതുവഴി നിങ്ങളുടെ വരുമാനവും വർദ്ധിക്കുന്നതായി കാണാം. എന്നാൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഫലങ്ങൾ ലഭിക്കുന്നില്ലെന്ന ഒരു തോന്നലും ഉണ്ടാകാം. നിങ്ങളുടെ പക്കലുള്ള പദ്ധതികളും ഉത്തരവാദിത്തങ്ങളുമായി മുന്നോട്ടു പോയാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേഗത ലഭിക്കുകയുള്ളൂ. തടസ്സങ്ങൾ അനവധിയാണ്, എന്നാൽ അവ താരതമ്യേന ലളിതങ്ങളാകുന്നു. വെർഗോ, ഫൈനാൻസ്. വിജയത്തിലേക്കുള്ള കുത്തനെയും ക്ലേശപുഷ്ടവുമായ കയറ്റം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. നിങ്ങളുടെ സാമ്പത്തിക വരുമാനം കുറഞ്ഞുവെന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ലാഭം വർദ്ധിപ്പിക്കുവാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എങ്കിലും അതിന്റെ വേഗത നിങ്ങളെ നിരാശപ്പെടുത്തുന്നു. മെല്ലെയുള്ള സുസ്ഥിരമായ നിക്ഷേപങ്ങൾ നിങ്ങളെ വിജയത്തിലെത്തിക്കും. വരും കാലങ്ങളിൽ സ്ഥിരമായ ലാഭങ്ങളും അത് കൊണ്ടുവരും. ഇടയ്ക്കുണ്ടാകുന്ന ചെറിയ ചെറിയ സാമ്പത്തിക ലാഭങ്ങൾ ഒരിക്കലും സാമ്പത്തിക സ്ഥിരത കൊണ്ടുവരില്ല. വെർഗോ, ഹെൽത്ത്. ഇന്ന് നിങ്ങൾക്ക് സന്ധിവേദന അനുഭവപ്പെടും. അതുകൊണ്ട് സന്ധികൾക്ക് വിശ്രമം അനുവദിച്ചാലും ഇന്നത്തെ ദിനം സന്ധിവേദനയുടേതാകയാൽ അതിന്റെ മുകളിലൊരു കണ്ണ് വേണം. ലളിതമായ വ്യായാമങ്ങൾ അല്ലെങ്കിൽ യോഗാഭ്യാസം ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ അവ പരീക്ഷിക്കുവാൻ ഭയക്കേണ്ടതില്ല. കഠിനമായ കാലാവസ്ഥകൾ ഇന്ന് ഒഴിവാക്കുക. ലിബ്ര, ഓവർവ്യൂ. നിങ്ങളെ അടുത്ത കാലത്തായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ അസുഖത്തിനാവശ്യമായ ഉപദേശം ലഭിക്കുവാനായി നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ടേക്കാം. ഇത് ഒരു നല്ല തീരുമാനമാണ്. കാരണം ഒരുപക്ഷെ ഇത് ചെറുതെന്ന് തോന്നിക്കും. അറിയപ്പെടാത്ത അസുഖം ശരിയായ ചികിത്സ ലഭിക്കാത്തതിനാൽ നാളെ വലിയ അസുഖമായി മാറിയേക്കാം. ലിബ്ര, റൊമാൻസ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ബന്ധത്തിൽ നിന്നും വിട്ട് ചില ഉത്തേജനങ്ങൾ ഇന്ന് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എന്ത് തീരുമാനം അതിനെക്കുറിച്ച് എടുത്താലും നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ വേദനിപ്പിക്കയില്ല എന്ന് ഉറപ്പുവരുത്തുക. കാരണം അങ്ങനെ ചെയ്താൽ അതിനെക്കുറിച്ച് പിന്നീട് നിങ്ങൾ ദുഃഖിക്കും. വന്യമായ രീതിയിലൂടെ നടക്കുക ആനന്ദമായിരിക്കാം, എന്നാൽ അപകടമാണ്. അതിന്റെ ഫലങ്ങൾ അനുഭവിക്കാനും അപ്പോൾ നിങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. ലിബ്ര, കരിയർ. മാനേജ്മെന്റ് തുടങ്ങിയ രംഗത്ത് വിദ്യാഭ്യാസം നേടുന്നവർ ഇന്ന് അവരുടെ പരീക്ഷാ വിജയത്തെക്കുറിച്ച് ഉത്കണ്ഠയുള്ളവരായിരിക്കും. എന്നാൽ നിങ്ങളുടെ ഈ ആശങ്കയ്ക്ക് കാരണങ്ങളൊന്നും കാണുന്നില്ല. തൊഴിലില്ലാത്തവർ ഇന്ന് ഒരു തൊഴിൽ കണ്ടെത്തുന്നതിൽ വിജയിക്കും. ലിബ്ര, ഫൈനാൻസ്. സർക്കാരുമായി ബന്ധപ്പെട്ട വ്യാപാരത്തിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ചില ലാഭങ്ങൾ ഉണ്ടാകും. അത് സാമ്പത്തികമോ ജോലി സംബന്ധമായതോ ആകാം. നിങ്ങളുടെ കഠിനാധ്വാനം തുടരുക. നിങ്ങൾക്ക് പ്രതിഫലം ഉടനെ ലഭിക്കും. ലിബ്ര, ഹെൽത്ത്. അടുത്തയിടെയായി ചില വേദനകളോ മറ്റോ അനുഭവപ്പെട്ടിരുന്നുവെങ്കിൽ അത് മുഴുക്കെ തുടരും. സമീകൃത ആഹാരവും ചെറിയ വ്യായാമങ്ങളും കൊണ്ട് നിങ്ങൾക്ക് അത്തരം അലട്ടുകളെ പൂർണ്ണമായും ഇല്ലാതാക്കുവാനാകും. മൊത്തത്തിൽ നിങ്ങളുടെ ആരോഗ്യം ശരിയായ ദിശയിലാണെന്നതുകൊണ്ട് തന്നെ പരവശപ്പെടാതിരിക്കുക. മാനസിക പിരിമുറുക്കങ്ങൾക്കും ഉടൻ ശമനമുണ്ടാകും. നിങ്ങൾ വീണ്ടും പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തും. സ്കോർപിയോ, ഓവർവ്യൂ.
നിങ്ങൾ ഉയർന്ന അല്ലെങ്കിൽ താഴ്ന്ന രക്തസമ്മർദ്ദത്തിന്റെ അസുഖമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. ജീവിതചര്യകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തി നിങ്ങളുടെ സ്ഥിതിയെ കൂടുതൽ മെച്ചമുള്ളതാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ചിന്തകളെ ലഭിക്കൂ. സ്കോർപിയോ, റൊമാൻസ്. കഴിയുമെങ്കിൽ പതിവുള്ള സമ്മാനങ്ങളും മധുരവും എന്നതിനു പകരം സ്നേഹം പ്രകടിപ്പിക്കുവാനായി എന്തെങ്കിലും പുതുമ ചെയ്യുക. സ്വന്തം കൈകൊണ്ട് ഒരു കവിത എഴുതി അത് നിങ്ങളുടെ സ്നേഹഭാജനത്തിന് കൊടുത്തു നോക്കൂ. ഇത് നിങ്ങളുടെ പങ്കാളിയുടെ മൂഡ് നല്ലതാക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനും ഒരു പുതിയ ഉണർവ് നൽകും. സ്കോർപിയോ, കരിയർ. നിങ്ങൾ ആരോഗ്യരംഗത്താണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ജോലി സംബന്ധമായി പറയുകയാണെങ്കിൽ ഇന്ന് ഫലവത്തായ ഒരു ദിനമായിരിക്കും. മൊത്തത്തിൽ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം ശരിയായ ദിശയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്യത്തിലേക്കുള്ള ശ്രദ്ധ കൈവിടരുത്. ആളുകൾ നിങ്ങളുടെ പ്രകടനം കാണുന്നുണ്ട്. നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. സ്കോർപിയോ, ഫൈനാൻസ്. ഇന്ന് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുവാൻ പറ്റിയ ദിനമാണ്. പ്രത്യേകിച്ചും ഇന്ന് നിങ്ങൾ സാൻമാർഗിക നിക്ഷേപത്തിൽ താൽപര്യം കാണിക്കുന്നതുകൊണ്ട്. ഈയിടെയായി നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ആടി ഉലയുവാൻ കൊതിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പണം ശരിയായ കാര്യത്തിന് മാത്രം വിനിയോഗിക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങളുടെ നിക്ഷേപങ്ങളെ ഒട്ടൊന്ന് വഴിതിരിച്ചു വിടുവാനും ആകുമെങ്കിൽ ഏതെങ്കിലും ധർമ്മസ്ഥാപനത്തിന് കുറച്ച് സംഭാവന കൊടുക്കുവാനുമുള്ള ദിനമാണ്. സ്കോർപിയോ, ഹെൽത്ത്. ചർമ്മത്തിന് മുകളിലുണ്ടാകുന്ന പ്രഭാവം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ചർമ്മം എണ്ണമയം ഉള്ളതാണെങ്കിൽ എണ്ണമയം കൂടുതലുള്ള ഭക്ഷണം ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുക. പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. അത് ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കും. ആവശ്യമെങ്കിൽ ഒരു ഡോക്ടറെ കാണുക. സജിറ്റേറിയസ്, ഓവർവ്യൂ. നിങ്ങളുടെ പാതയിൽ ചെറിയ തോതിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടായതിനാൽ നിങ്ങൾക്ക് ഇന്ന് ചെറിയ തോതിൽ നിരാശ അനുഭവപ്പെടും. എന്നാൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുമെങ്കിലും അത് കൂടെ ഉണ്ടാവും. എന്നാൽ അതിൽ അക്ഷമനാകാതെ ക്ഷമയോടെയും സ്ഥിരോത്സാഹത്തോടെയും കൂടെ ഇരുന്ന് ഇവയെല്ലാം വീണ്ടെടുക്കാൻ സാധിക്കും. സജിറ്റേറിയസ്, റൊമാൻസ്. ഇന്ന് നിങ്ങൾ പങ്കാളിയുമൊത്ത് ഒരു വാഗ്വാദത്തിൽ ഏർപ്പെടും. അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയുണ്ടാകും. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ നിങ്ങൾ ബുദ്ധിമുട്ടും. എന്നാൽ ഇതിൽ നിന്നും അതിവിദഗ്ധമായി വളരെ നല്ല നിലയിൽ തന്നെ നിങ്ങൾ പുറത്തുവരും. നിങ്ങളുടെ പങ്കാളിയെ പ്രഭാവപ്പെടുത്തുകയും ചെയ്യും. നിങ്ങളുടെ പങ്കാളിയെ എപ്പോഴും സഹാനുഭൂതിയോടും സ്നേഹത്തോടും കൂടി മാത്രം കാണുക. അവർ നിങ്ങൾക്ക് ഒരാപത്തും വരരുതെന്ന വിചാരമുള്ളവരാണ്. സജിറ്റേറിയസ്, കരിയർ. ഇന്ന് നിങ്ങളുടെ തൊഴിൽ രംഗത്തെ എതിരാളികൾ നിങ്ങളെ മോശപ്പെടുത്താൻ ശ്രമിക്കുന്നത് സൂക്ഷിക്കുക. നിങ്ങളുടെ എതിരാളികൾ നിങ്ങളുടെ മേൽ വിജയം നേടും. എത്രയും പെട്ടെന്ന് നിങ്ങൾ അവരെ എതിരിടുക. നിങ്ങളുടെ എതിരാളികൾ ഓരോ അവസരത്തിലും നിങ്ങളെ തരം താഴ്ത്താൻ നോക്കുകയാണെന്ന് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ വെറുതെ ഇരിക്കരുത്. നിങ്ങളുടെ ജോലിയെയും മതിപ്പിനെയും സംബന്ധിച്ചായതിനാൽ ഇതിനെ നിസ്സാരമായി കണക്കാക്കുക. അവരുടെ തന്നെ സ്വന്തം കളി ഉപയോഗിച്ച് അവർക്ക് മുന്നിലെത്തുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്യുക. സജിറ്റേറിയസ്, ഫൈനാൻസ്. കൂടുതലായി ചെയ്യേണ്ടുന്ന വിധത്തിൽ വ്യാപാരം വിപുലപ്പെടുത്തുക. ഇങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് ആലോചിക്കുക. കാരണം ഇതിനായി ഇന്ന് നിങ്ങൾ ചെയ്യുന്നത് ദീർഘകാലത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. മുന്നോട്ടു പോകുക. ലോകം മുഴുക്കെ നിങ്ങൾക്ക് കാണാനാകും. സജിറ്റേറിയസ്, ഹെൽത്ത്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ ആരോഗ്യസ്ഥിതിയിൽ കുറച്ച് ശ്രദ്ധ കൊടുക്കണം. ആവശ്യമില്ലാതെ വിഷമിക്കരുത്. അവരുടെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഒരു ചെക്കപ്പിന്റെ ആവശ്യമേ ഉള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ശുദ്ധവായു, അല്ലെങ്കിൽ ഒരു പരിലാളന. അവരുടെ ആരോഗ്യത്തിനു മുകളിൽ ഒരു കണ്ണ് വെക്കുക. അവരുമൊത്ത് കുറച്ചു സമയം ചിലവഴിച്ച് അവരുടെ മാനസിക നില ഉയർത്തുക. കാപ്രിക്കോൺ, ഓവർവ്യൂ. സാമൂഹ്യ പരിപാടികൾക്കായി കുറച്ചു സമയം ആരെങ്കിലും ചോദിച്ചാൽ അതിൽ ചേരുക. അത് എത്രമാത്രം ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് സന്തോഷവും അത് നിങ്ങൾക്ക് സംതൃപ്തിയും തരും. അതിൽ തുടരുന്നതിനാൽ സന്തോഷവും ആനന്ദവും ലഭിക്കും. കാപ്രിക്കോൺ, റൊമാൻസ്. നിങ്ങളുടെ ആദർശ പങ്കാളിയെ കണ്ടുമുട്ടുന്നുവെന്ന ചിന്ത ഇന്ന് മുഴുക്കെ മനസ്സിനെ കർമ്മനിരതമാക്കും. ശുഭവാർത്ത എന്തെന്നാൽ നിങ്ങളുടെ ക്ഷമയും നിർത്താതെയുള്ള പ്രവർത്തനവും വളരെ നല്ല രീതിയിൽ തന്നെ ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഫലം നൽകുമെന്നതാണ്. ഒരു പങ്കാളിയിൽ എന്തു വേണമെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇങ്ങനെയുള്ള പങ്കാളിയെ കണ്ടെത്തും. കാപ്രിക്കോൺ, കരിയർ. മേലുദ്യോഗസ്ഥൻ മൂലം ഈയിടെയായി വല്ലാത്ത മാനസിക പിരിമുറുക്കം അനുഭവിച്ചിരുന്ന സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് രംഗത്തുള്ളവർക്ക് ഒരു മാറ്റമെന്ന രീതിയിൽ ഇന്ന് പിരിമുറുക്കമില്ലാത്ത ദിവസമായിരിക്കും. ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് വളരെ നല്ല ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ളവർ ഇന്ന് ആകാവുന്നത്ര ഉപഭോക്താക്കളെ കാണുന്നുവെന്ന് ഉറപ്പുവരുത്തുക. കാപ്രിക്കോൺ, ഫൈനാൻസ്. ഇന്ന് നിങ്ങൾ ഭാവിയിലേക്കായി സമ്പാദിക്കുവാൻ ഒന്നിൽ കൂടുതൽ പദ്ധതികളെക്കുറിച്ച് പരിഗണിക്കണം. മാർക്കറ്റിൽ നിങ്ങൾ നിക്ഷേപിക്കുവാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കുകളെക്കുറിച്ച്
നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കറുമായി സംസാരിക്കുക. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാറില്ലെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ വസ്തുവ്യാപാരം വിപുലപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ കൃത്യതയാർന്ന പ്ലാനിംഗ് അതിൽ നിങ്ങൾക്ക് ദീർഘകാല ഗുണങ്ങൾ കൊണ്ടുവരും. ഇന്ന് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക, നാളെ അതിന്റെ ഗുണങ്ങൾ കൊയ്യുക. Capricorn, health. ആരോഗ്യത്തെക്കുറിച്ചുള്ള അനാവശ്യ ചിന്ത ഒരുപക്ഷെ ദീർഘകാലത്തിൽ നിങ്ങൾക്ക് ഹാനികരമായി ഭവിക്കാം. ദീർഘകാലമായുള്ള ഉത്കണ്ഠ നിങ്ങളെ രോഗങ്ങൾക്ക് അടിമയാക്കുമെന്നത് ഓർമ്മയിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തെക്കുറിച്ച് അമിതമായി ചിന്തിക്കാതെ ഊർജം നല്ല നിലയിൽ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. അതിലുള്ള വിജയം നിങ്ങൾക്ക് സന്തോഷപ്രദമായ ജീവിതം നൽകും. Aquarius, overview. വിദ്യാർത്ഥികൾ ഇന്ന് പഠിച്ച് വലിയ വിഷാദത്തിലാവും. അതിനാൽ ബുക്കിൽ നിന്നും വിട്ട് ഒരു റിലാക്സേഷൻ വേണം. പഠന സമയം വളരെ നീണ്ടതാണ്. അതിനാൽ അതിൽ അല്പം ഇടവേള അത്യന്താപേക്ഷിതമാണ്. അക്കാദമികമായും സാമൂഹ്യപരമായും എല്ലാറ്റിലും നിങ്ങൾ ഒരു സംയമനം മാതൃകയാണ്. അതിലൂടെ നിങ്ങൾ തൃപ്തനായിരിക്കും. Aquarius, romance. കുറച്ചു കാലമായി പരസ്പര ബന്ധത്തിൽ നിങ്ങൾക്ക് സംശയവും ധാരണാപിശകും ഉള്ളതിനാൽ ഈ ബന്ധം ദീർഘകാലം നിലനിൽക്കുന്നതാണോ എന്ന് വിലയിരുത്തുവാനുള്ള താല്പര്യം ഇന്ന് നിങ്ങൾക്കുണ്ടാകും. നിത്യവും വാഗ്വാദങ്ങളില്ലാതെ കഴിഞ്ഞു പോകുക എന്നത് ഒരു ചെറിയ കാര്യം മാത്രമാണ്. അത് നിങ്ങളുടെ യഥാർത്ഥ ഇംഗിതം മുഴുവനാക്കുന്നില്ല. നിങ്ങളുടെ ഈ ബന്ധം നിങ്ങൾക്ക് സത്യമായും ഹൃദയത്തിൽ സന്തോഷം നൽകുന്നുവോ എന്നും നിങ്ങളുടെ ദീർഘകാല വ്യക്തിബന്ധം സ്വപ്നങ്ങൾക്കനുസരിച്ചാണോ എന്നുമുള്ളതിനനുസരിച്ച് തീരുമാനമെടുക്കുക. Aquarius, കരിയർ. കാണാൻ കഴിയും നിങ്ങളുടെ സഹപ്രവർത്തകരും മേലധികാരികളും എങ്ങനെയാണെന്ന് കുറച്ചുകൂടി നന്നായി കണ്ടെത്താൻ ലഭിച്ച നല്ലൊരു അവസരമായിരിക്കും ഇത്. ഇത് തൊഴിൽ സംബന്ധമായ ഒരു അന്തരീക്ഷമാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ പ്രവൃത്തികളെ നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഇന്ന് നിങ്ങൾ ഏറ്റവും നന്നായി പെരുമാറുക. Aquarius, ഫൈനാൻസ്. നിങ്ങളോട് ഇന്ന് ആരെങ്കിലും പണം കടം ചോദിക്കും. എന്നാൽ അവർക്ക് കടം കൊടുക്കാവുന്ന ഒരവസ്ഥയിലല്ല നിങ്ങൾ ഇന്ന്. ഇല്ല എന്ന് പറയുവാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എന്നിരുന്നാലും ഇപ്പോഴേ വാർത്താവിനിമയം വ്യക്തമാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നീടത് അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടവരുത്തും. എന്തായാലും ഈ അവസരത്തിൽ നിങ്ങൾ ഈ കടം കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. Aquarius, health. ശുഭകാര്യങ്ങൾ സ്വീകരിക്കുവാനായി ഇന്ന് മനസ്സിനെ തുറന്നു വെക്കുക. അത് നിങ്ങൾക്ക് പുതിയ ഊർജം നൽകും. വിഷാദത്തെ തളയ്ക്കുവാൻ നിങ്ങളുടെ പുഞ്ചിരിക്കാകും. നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസവും അതിനനുസരിച്ചുള്ള പ്രവർത്തനവും നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണകരമാകുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റിലുമുള്ളവരുടെ സ്വാസ്ഥ്യത്തിനും ഗുണം ചെയ്യും. അതായത് നിങ്ങളുടെ സന്തോഷം ഇന്നൊരു പകർച്ചവ്യാധിയാണെന്ന്. Pisces, overview. തീരുമാനമെടുക്കാനാവാത്തവണ്ണം എങ്ങോട്ടേക്ക് പോകണം എന്ന് ആലോചിക്കും. പോകാനായി ഒരുപാട് ഇടങ്ങളുണ്ടല്ലോ. നിങ്ങളുടെ ലിസ്റ്റിലില്ലാത്തിടങ്ങളിലേക്ക് പോകണമെന്ന് സുഹൃത്ത് പറഞ്ഞേക്കാം. ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ചില ആവശ്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും. എത്രമാത്രം കടുപിടുത്തമില്ലാത്തതാവുന്നോ അത്രയും നല്ലത്. അങ്ങനെയെങ്കിൽ നല്ല യാത്രയും നിങ്ങൾക്ക് ഉണ്ടാവും. Pisces, romance. ഇന്ന് വികാരങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ മിതത്വം പാലിക്കണം. കാരണം വികാരങ്ങൾ നിങ്ങളെ അമിതപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. പങ്കാളിയുമൊത്തിരുന്ന് നിങ്ങളുടെ ചിന്തകൾ ശാന്തി നിറഞ്ഞ അന്തരീക്ഷത്തിൽ പരസ്പര ഐക്യത്തോടെ പങ്കുവെക്കുക. അതുവഴി നിങ്ങളുടെ യഥാർത്ഥ വികാരങ്ങൾ മനസ്സിലാക്കപ്പെടും. കാർമേഘങ്ങളുടെയും വികാരങ്ങളുടെയും അകമ്പടിയില്ലാതെ ഇന്ന് എല്ലാ വാക്കുതർക്കങ്ങളും ഒഴിവാക്കുക. Pisces, കരിയർ. അടുത്തിടെ ഓഫീസിലുണ്ടായ കുഴപ്പങ്ങൾക്ക് ശേഷം സാധാരണ നിലയിലേക്ക് മടങ്ങി വരാൻ നിങ്ങൾ ഇന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങൾ തട്ടിമാറ്റി സുഹൃത്തുക്കളുമൊത്ത് പിരിമുറുക്കം കുറയ്ക്കുക. തൊഴിൽ സംബന്ധമായി നിങ്ങൾ അടുത്തിടെ യാത്ര ചെയ്യേണ്ടി വരും. അതിനാൽ യാത്ര സംബന്ധിച്ച വിവിധ പ്രശ്നങ്ങളെ ഒഴിവാക്കുന്നതിന് തയ്യാറെടുപ്പുകൾ നടത്തുക. മുന്നേ തീരുമാനിച്ച പരിപാടി അനുസരിച്ച് പഴയപടി പെട്ടെന്ന് തന്നെ ജോലി വീണ്ടും ആരംഭിക്കാൻ തയ്യാറാവുക. Pisces, ഫൈനാൻസ്. അടുത്തിടെയുണ്ടായ ചില സംഭവങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾക്ക് അതുകൊണ്ടുവരുന്ന കൂടുതൽ ആഹ്ലാദം ആസ്വദിക്കാം. നിങ്ങളുടെ ഈ ഭാഗ്യം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ മനസ്സുണ്ടാകുക. കൂടെയുള്ളവർ അത് ശ്രദ്ധിക്കും. അവരും അതുപോലെ നിങ്ങളോട് പെരുമാറും. നല്ല കാര്യങ്ങൾക്കായി സംഭാവന നൽകുക. Pisces, health. ഇൻഫെക്ഷൻ തുടങ്ങിയ ശ്വാസോച്ഛ്വാസ സംബന്ധിയായ അസുഖമുള്ള പ്രവണതയുള്ളതിനാൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. തണുത്ത പാനീയങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണമൊന്നും ചെയ്യുവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവ കഴിക്കാതിരിക്കുക. കൂടാതെ ഇന്ന് പുകവലിക്കുന്നില്ലെന്നും ഉറപ്പുവരുത്തുക. കഴിയുന്നതും പുക നിറഞ്ഞ മൂടൽമഞ്ഞിൽ നിന്നും പൊടിപടലങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ ശ്രമിക്കുക. പനിയോ ശരീരവേദനയോ വരുന്നുവെന്ന് സംശയമുണ്ടെങ്കിൽ ആവശ്യത്തിന് വിശ്രമമെടുക്കുക.
ഇവ ഒഴിഞ്ഞു പോകും.